ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ. നമ്മൾ കുറേ ഈ ഒരു സീരീസിൽ ഒരു സെഷൻ ചെയ്തിട്ടില്ലേ. ഇത് ശരിക്കും 100 എപ്പിസോഡുകളുള്ള ഒരു സീരീസാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു ഇടവേള ഈ ഒരു സീരീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിത് പുനരാരംഭിക്കുകയാണ്. ഞാനിവിടെ വായിക്കുന്ന 25 ന്യൂസുകളും അതിൻ്റെ PDF ആണ്. അതിൻ്റെ PDF ആണത്. നോക്കിയേ, കണ്ടോ, വാർത്ത തന്നിട്ടുണ്ടാവും. വാർത്തയ്ക്ക് താഴെ ആ വാർത്ത ചിലപ്പോൾ നിങ്ങൾക്ക് പത്രം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട്. അതുകൊണ്ട് അതിനെ ഒന്നും കൂടി ആ ന്യൂസ് ടൈറ്റിലും വാർത്തയും നല്ല വൃത്തിയിൽ ഇങ്ങനെ മാറ്റി ഇപ്പുറത്തേക്ക് ടെക്സ്റ്റാക്കി തന്നിട്ടുണ്ടാവും. അതിൻ്റെ താഴെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, ആ വാർത്ത, അതായത് ഇംഗ്ലീഷിലുള്ള ഈ വാർത്തയുടെ മലയാളം നിങ്ങളത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ മലയാളം വായിച്ചാൽ മനസ്സിലാവും. അതിനുശേഷം അതിനകത്തുള്ള പ്രധാനപ്പെട്ട വൊക്കാബുലറികൾ, പിന്നെ ആ വാർത്ത കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വാർത്തയെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ IELTS, OET പോലുള്ള പരീക്ഷകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല പ്രൊഫഷൻ്റ് ആവണം അല്ലേ, ഒരു ശശി തരൂർ ലെവലിലേക്കൊക്കെ ഉയർന്നെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ വായിച്ച വാർത്തയെ മറ്റൊരാളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതിനെ ഒന്ന് ചുരുക്കി സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലും അഡ്വാൻസ്ഡ് ആയ ലാംഗ്വേജിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ ന്യൂസ് നിങ്ങൾക്ക് കോംപ്രഹെൻഷൻ എത്രമാത്രം അത് മനസ്സിലായി എന്നറിയാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരിക്കുന്നത്. അതായത് നിങ്ങൾ സ്വന്തം വായിച്ചിട്ട് സ്വന്തം ഇതിൻ്റെ ആൻസർ പറയുകയും ഇത് വായിച്ചതിന് ശേഷം പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ PDF 100 വാർത്തകളുടെയും PDF ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും മേലെ പിൻ ചെയ്യും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി അഥവാ ആ ലിങ്കിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ തരാം. അതിലേക്ക് നിങ്ങൾ ആഡ് മീ ന്യൂസ് പേപ്പർ വൊക്കാബുലറി ഗ്രൂപ്പ് എന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ നമ്പർ ഇപ്പോൾ തരാം. വാട്സപ്പ് നമ്പർ 90 37 990 442 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആഡ് മീ ന്യൂസ് പേപ്പർ എന്ന് മുഴുവൻ എഴുതണ്ട, NPS വൊക്കാബുലറി ഗ്രൂപ്പ് എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക. ഓക്കെ, വളരെ വാല്യബിൾ ആയിട്ടുള്ള, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന PDF ആണ്. 100 വാർത്തകളുടെയും അത് ശേഖരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നീട് ഇത് കളക്ട് ചെയ്തിട്ട് സമാഹരിച്ച് ഒരു പുസ്തക രൂപത്തിലൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം നിങ്ങൾക്ക്. അപ്പോൾ കേട്ടോ, ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ന്യൂസ് എന്താണ്? മോഡി ടോൺസ് ഖാർഗെ സേസ് ഹീസ് റിമോട്ട് കൺട്രോൾഡ്. ഇത് ലീന. ഓക്കെ, വെരി ഗുഡ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ലീന, യെസ്. ദിശാൻ ന്യൂ സബ്സ്ക്രൈബർ. ഓക്കെ. ഇത് ഓൾഡ് ന്യൂസാണെന്ന് ചോദിച്ചാൽ ഓൾഡ് ന്യൂസാണ്. അതെന്തുകൊണ്ടാണ് ഓൾഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ, നിഖിലെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന 100 ന്യൂസുകൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിലബസാണത്. ഇതിൻ്റെ പ്രത്യേകത, വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സൊസൈറ്റിയിലെ വ്യത്യസ്ത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട, വ്യത്യസ്ത സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട, ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ആർട്സ് ഉണ്ട്, പിന്നെ ഇൻസിഡൻറ്റുകൾ ഡിഫറെൻ്റ്, അതായത് ആക്സിഡൻറ്റുകളുണ്ട്, മരണം, ഡെത്ത്, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സമഗ്രമായി നമ്മുടെ ജീവിതത്തിലെ വിവിധ വിഷയങ്ങൾ, സ്പോർട്സ് ഉൾപ്പെടെ, സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള വാർത്തകളെ ഒരു പ്രത്യേക സിലബസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട്, അതും വളരെ അധികം പഠനങ്ങൾ നടത്തിയതിന് ശേഷം സെലക്ട് ചെയ്യുന്ന വാർത്തകളാണ്. വെറുതെ ഒരു വാർത്ത എടുക്കുകയല്ല. അപ്പോൾ അതിന് പല കാലഘട്ടത്തിൽ പല വർഷങ്ങളിൽ വന്ന വാർത്തകളുണ്ടാവും, അല്ലാതെ അന്നന്നത്തെ വാർത്തയല്ല. നമ്മുടെ ഉദ്ദേശം വാർത്ത വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് വൊക്കാബുലറി ആൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 100 വാർത്ത നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു വലിയ വൊക്കാബുലറിയുടെയും അതുപോലെ വലിയ ഒരു ഭാഷയുടെയും ഉടമയായിട്ട് മാറും. അതിനുള്ള സാധാരണ ജേർണലിസ്റ്റുകൾ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊക്കെ ജേർണലിസം പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആവാനുള്ളൊരു ആഗ്രഹമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഭാഷയുടെ, ഇപ്പോൾ നമ്മളൊരു വാർത്ത എഴുതുമ്പോൾ അല്ലെങ്കിൽ സ്പീച്ച് നടത്തുമ്പോൾ നമ്മൾ ഈ പഠിച്ച വാക്കുകളെല്ലാം നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തൊരു ട്രിക്കാണിത്.
ഈ 100 ന്യൂസുകളും പലയാവർത്തി വായിക്കുക. ഇത് വായിച്ച് മനസ്സിലാക്കി വൊക്കാബുലറി മനസ്സിലാക്കിയതിന് ശേഷം ഒരു വാർത്ത തന്നെ പലയാവർത്തി 10 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യം ഒരു വാർത്ത തന്നെ വായിക്കും. അപ്പോൾ അതിനകത്തുള്ള ആ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ശൈലി, അതിലെ വൊക്കാബുലറി നമ്മുടെ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ ആ വാക്ക് നമ്മളെ സഹായിക്കും. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ചിലപ്പോൾ പഴയ വാർത്തകളായിരിക്കും ഉണ്ടാവുക, പുതിയതാവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഈ 100 ന്യൂസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ കാലഘട്ടം നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഭാഷാ പഠനമാണ് പ്രധാനം. ശ്യാം, ഇതിൽ നിന്ന് ആയിരിക്കും PSCക്ക് പഠിക്കുന്നവർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്നവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൂടിയാണത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ വൊക്കാബുലറി വിഭാഗത്തിൽ മാർക്ക് മേടിക്കാൻ വളരെയധികം സഹായിക്കും. എന്നാൽ ഇതൊരു സ്പോക്കൺ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആംഗിളിലൂടെയാണ്. ഇതൊരു പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ആംഗിളിലൂടെ അല്ല ഈ സീരീസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 ദിവസമായി. ബാക്കി 24 ദിവസത്തെയും കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാൻഡ് എന്ന് പറയുന്ന ചാനൽ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും മുഴുവൻ എപ്പിസോഡ്സും. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് മോദി ടോൺസ് കാർഗെ സേസ് ഹീസ് റിമോട്ട് കൺട്രോൾഡ്. ഇത് കുറേ മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. നരേന്ദ്രമോദി ഖാർഗെയെ ടോണ്ട് ചെയ്യുന്ന. എന്താ ടോണ്ട്? നമുക്ക് ഈ വാർത്തയെ കുറച്ചും കൂടി ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഓക്കെ, അതിന് ഞാനൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. മോഡി ടോൺസ് ഖാർഗെ സേസ് ഹീസ് റിമോട്ട് കൺട്രോൾഡ്. ഓക്കെ, ഈ വാർത്തയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതിൻ്റെ ഹെഡ്ലൈൻ നമുക്ക് ആദ്യം വായിക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹെഡ്ലൈനിൽ ഫോക്കസ് ചെയ്യാം. ടോണ്ട് എന്ന് പറയുന്ന ഒരു വൊക്കാബുലറി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വാർത്ത വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്ന്, മോദി ടോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരിഹസിക്കുക, കളിയാക്കുക, കൊള്ളിവാക്ക് പറയുക എന്നൊക്കെയാണ്. ടോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുക. ഓക്കെ, പരിഹസിക്കുക. ടോണ്ട് പരിഹസിക്കുക, അല്ലെങ്കിൽ കൊള്ളിവാക്ക് പറയുക. പരിഹസിക്കുക, കൊള്ളിവാക്ക് പറയുക. ഓക്കെ, കൊള്ളിവാക്ക് പറയുക, ടോണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ മോദി പരിഹസിക്കുന്ന ആരെയാണ്? ഖാർഗെനെ. മോദി ടോൺസ് ഖാർഗെ. എന്നിട്ട് പറയാണ് സെയ്സ് ഹീസ് എ റിമോട്ട് കൺട്രോൾഡ്. അദ്ദേഹം റിമോട്ട് കൺട്രോൾഡ് ആണ് എന്ന് പറയുന്നു അല്ലേ? ആര്? ഈ പറഞ്ഞ ഖാർഗെ റിമോട്ട് കൺട്രോൾഡ് ആണ്. ഇനി അടുത്ത സബ് ഹെഡിങ് നമുക്ക് നോക്കാം. സബ് ടൈറ്റിൽ ചേസ്റ്റൈസസ് നിതീഷ് കുമാർ ഫോർ ഹിസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ. അപ്പോൾ ഈ ചേസ്റ്റൈസ് എന്ന് പറയുന്ന വാക്ക് ഇതൊക്കെ PSCക്കൊക്കെ ചോദിക്കുന്ന വാക്കാണ്. ചേസ്റ്റൈസ് കേട്ടോ. ചേസ്റ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശക്തമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ ശാസിക്കുക. ശാസിക്കുക എന്ന് പറയുന്ന മലയാളം പദത്തിന് തുല്യമാണ് ചേസ്റ്റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരെയാണ്? നിതീഷ് കുമാറിനെ മോദി ശാസിക്കുകയാണ്. ഫോർ ഹിസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചികരമായ, ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചിയില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം എന്ന് പറയുന്നത് അപ്രിയമായ. എന്താണ്? അപ്രിയമായ. ഓക്കെ, അപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ അരുചികരമായ എന്ന അർത്ഥമാണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്നുള്ളത്. ഡിസ്റ്റേസ്റ്റ്ഫുൾ. അപ്പോൾ ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ, സ്ത്രീകളോടുള്ള അപ്രിയമായിട്ടുള്ള കമൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശം. ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്ന് ഇത്രയും നമ്മൾ എടുത്തിട്ട് ഇതിനെ മലയാളീകരിച്ചാൽ അതിൻ്റെ അർത്ഥം സ്ത്രീ വിരുദ്ധ പരാമർശം. അപ്പം നിങ്ങളോട് ആരെയും ചോദിക്കുകയാണ്, സ്ത്രീവിരുദ്ധ പരാമർശത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ. ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, സ്ത്രീ വിരുദ്ധ പരാമർശം. ഓക്കെ, അതിന് മുമ്പോട്ട് വരാം. രവീന്ദ്രനാഥിൻ്റെ ഡെക്കാൻ ക്രോണിക്കിളിലെ ന്യൂസാണ്. ഓക്കെ, നവംബർ മാസത്തിലെ. പ്രൈം മിനിസ്റ്റർ Narendra Modi on Wednesday said that AICC, okay, Prime Minister Narendra Modi says that
എന്താണ് ഒരു സെക്കൻഡ്. AICC President Mallikarjun Kharge, like former Prime Minister Manmohan Singh, is being remote controlled by the Congress High Command. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദി വെനസ്ഡേ പറഞ്ഞു AICC പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെ ലൈക്ക് ഫോർമർ പ്രൈം മിനിസ്റ്റർ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ പോലെയാണ്. കാരണം അദ്ദേഹം എങ്ങനെയായിരുന്നു? ഇസ് ബീങ് റിമോട്ട് കൺട്രോൾഡ് ബൈ ദി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗോട്ട് ഇറ്റ്? ഇനി മിസ്റ്റർ മോദി ഓൾസോ ടുക്ക് എ ഡിഗറ്റ്. ശ്രദ്ധിക്കണേ, മിസ്റ്റർ മോദി ഓൾസോ ടുക്ക് എ ഡിഗറ്റ് Bihar Chief Minister Nitish Kumar without taking his name for using derogatory language against the women in the state assembly while delivering a speech on population control. Mr. Modi took a dig-at. ഒരു പ്രയോഗം കണ്ട took a dig-at അല്ലെങ്കിൽ take a dig-at എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ take a dig-at എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നാണ്. ടേക്ക് എ ഡിഗറ്റ് എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. ശ്രദ്ധിച്ചേ, ഒരു ശൈലി, നല്ലൊരു ശൈലിയിലെ പത്രത്തിൽ എപ്പോഴും കാണാം ടേക്ക് എ ഡിഗറ്റ്. അപ്പോൾ ടുക്ക് എ ഡിഗറ്റ്, നരേന്ദ്രമോദി ടുക്ക് എ ഡിഗറ്റ് വിമർശിച്ചു. ആരെ വിമർശിച്ചു? ഇപ്പോൾ നമ്മൾ വിമർശിക്കുക എന്നുള്ള 2-3 വാക്ക് പഠിച്ചു അല്ലേ? പരിഹാസ രൂപത്തിലുള്ള വിമർശനമാണെങ്കിൽ ടോണ്ട്. പിന്നെ നമ്മളെന്ത് പഠിച്ചു? നമ്മൾ ശാസിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ചേസ്റ്റൈസ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വിമർശിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ടേക്ക് എ ഡിഗറ്റ്. ഓക്കെ, അപ്പോൾ ടുക്ക് എ ഡിഗറ്റ് ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ വിതൗട്ട് ടേക്കിംഗ് ഹിസ് നെയിം. നിതീഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറയാതെ ടുക്ക് എ ഡിഗറ്റ് വിമർശിച്ചു. എന്തിന്? ഫോർ യൂസിങ് ഡെറിഗേറ്ററി ലാംഗ്വേജ്. ഈ നിതീഷ് കുമാർ ഡെറിഗേറ്ററി ലാംഗ്വേജ് ഉപയോഗിച്ചു. അപകീർത്തിപരമായ, ഡെറിഗേറ്ററി എന്ന് പറഞ്ഞാൽ അപകീർത്തികരമായ പരാമർശം അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള ഭാഷ നിതീഷ് കുമാർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലിയിൽ വൈൽ ഡെലിവറിങ് എ സ്പീച്ച് ഓൺ പോപ്പുലേഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് നടത്തുന്ന സമയത്ത് എവിടെയാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, സ്റ്റേറ്റ് അസംബ്ലിയിൽ അദ്ദേഹം, നിയമസഭയിൽ അദ്ദേഹം എന്ത് നടത്തി? ഒരു ഡെറിഗേറ്ററി ലാംഗ്വേജ് നടത്തിയിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മളെ നരേന്ദ്രമോദി എന്ത് ചെയ്തത്? അദ്ദേഹത്തെ ടേക്ക് എ ഡിഗറ്റ് അല്ലെങ്കിൽ ടുക്ക് എ ഡിഗറ്റ് അദ്ദേഹത്തെ വിമർശിച്ചത്. ഓക്കെ, ഇനി അഡ്രസ്സിങ് ദ 3 പബ്ലിക് മീറ്റിംഗ്സ്, 3 പബ്ലിക് മീറ്റിങ്ങുകളിൽ ഇൻ ദ ബണ്ടൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതുപോലെ ഗ്വാളിയോറിലും ചമ്പൽ റീജിയൻസിലും ഒക്കെ ആയിട്ടുള്ള മധ്യപ്രദേശിലെ സ്ഥലങ്ങളാണിത്. മധ്യപ്രദേശിലെ ഈ സ്ഥലങ്ങളിൽ അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പബ്ലിക് മീറ്റിംഗ്, പൊതുയോഗത്തിലാണ്. പബ്ലിക് മീറ്റിംഗ് പൊതുയോഗത്തിലാണ് അദ്ദേഹം മിസ്റ്റർ മോദി സെഡ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദറ്റ് പീപ്പിൾ ഹാഡ് ഗിവൺ കോൺഗ്രസ് ദ ഓപ്പർച്യൂണിറ്റി ടു റൂൾ ദ കൺട്രി ഫോർ 10 years. കോൺഗ്രസ്സിന് ജനങ്ങൾ 10 വർഷം ഭരിക്കാനുള്ള സമയം കാലാവധി കൊടുത്തിരുന്നു. 2024 മുതൽ 2014 വരെ, ഫ്രം 2004 to 2014. പക്ഷേ പീപ്പിൾ വേർ ദ നോട്ട് അവെയർ ഓഫ്, പക്ഷേ ആളുകൾ വളരെ അവെയർ ആയിരുന്നു, ബോധവാന്മാരായിരുന്നു. ദ ദെൻ എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. നമ്മൾ പറയില്ല അക്കാലത്തെ പ്രധാനമന്ത്രി, ദ ദെൻ പ്രൈം മിനിസ്റ്റർ, അക്കാലത്തുള്ള ആരോഗ്യമന്ത്രി, ആ കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രി, ദ ദെൻ ഹെൽത്ത് മിനിസ്റ്റർ. അങ്ങനെ ദ ദെൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ദ ദെൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ സിംഗ്, മൻമോഹൻ സിംഗ്, അക്കാലത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് വാസ് ഡൂയിങ്, അദ്ദേഹം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വാട്ട് ഹി വാസ് സേയിങ്, അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? ബട്ട് പീപ്പിൾ വെർ ദെൻ നോട്ട് അവെയർ, ബോധവാന്മാരായിരുന്നില്ല, പല ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല വാട്ട് ദ ദെൻ പ്രൈം മിനിസ്റ്റർ സിംഗ് വാസ് ഡൂയിങ്,
സിംഗ് ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതും അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് അവർ ബോധവാന്മാരായിരുന്നില്ല. ബിക്കോസ് ഹി ഹാർഡ്ലി ഹാഡ് എനി വർക്ക് ടു ഡു, കാരണം അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല, ഒരു പണിയും ചെയ്തിരുന്നില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ആഡിങ് കൂട്ടിച്ചേർത്തുകൊണ്ട്, എന്താ കൂട്ടിച്ചേർത്തത്? ഏർലിയർ, മുമ്പ് ദ പ്രൈം മിനിസ്റ്റർ യൂസ്ഡ് ടു ബി റിമോട്ട് കൺട്രോൾഡ്, മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ ഒരു റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ദീസ് ഡേയ്സ്, എന്നാൽ ഇപ്പോഴോ, ദ കോൺഗ്രസ് പ്രസിഡൻറ്റ് ഈസ് ബീങ് റിമോട്ട് കൺട്രോൾഡ് ബൈ ദ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ICC സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി, കോൺഗ്രസിൻ്റെ സെക്രട്ടറി അല്ല കേട്ടോ, പ്രസിഡൻറ്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഖാർഗെയും റിമോട്ട് കൺട്രോൾഡ് ആണ് എന്നാണ് മോദി പറയുന്നത്. ഇത്രയുമാണ് ഈ വാർത്തയിലുള്ളത്. ഈ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള വൊക്കാബുലറികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ. ഇതിൽ വാട്സപ്പ് ചെയ്താലാണ് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കൂ, നമ്മളിന്ന് പഠിച്ച വൊക്കാബുലറികൾ ഏതൊക്കെയാണ്? 1, ടോണ്ട്. ടോണ്ട് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക, ശകാരിക്കുക. 2, ചേസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ വിമർശിക്കുക, ശാസിക്കുക, വഴക്ക് പറയുക. 3, ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിയമായ, അരുചികരമായ, നീരസമുള്ള എന്നർത്ഥമുണ്ട്. അതുപോലെ ഡിസ്റ്റേസ്റ്റ്ഫുൾ കമൻറ്റ് ഓൺ വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ പരാമർശം എന്നാണ്. ടേക്ക് എ ഡിഗറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, പിന്നെ വിമർശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, രൂക്ഷമായി പരിഹസിക്കുക. ഡെറിഗേറ്ററി എന്ന് പറഞ്ഞാൽ അപകീർത്തികരമായ, അപമാനിക്കുന്ന, മോശമായിട്ടുള്ള, ഇടിച്ചു താഴ്ത്തുന്ന, വില കുറയ്ക്കുന്ന. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. എല്ലാവരും ഈ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്താണ് ആതിര ബാബു സാർ ഒരു ഡൗട്ട്? ടോസ്റ്റ് മൊരിക്കുക എന്നല്ലാതെ പിന്നെ അതിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ ടോസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഈ ഒരു ശൈലി ഉണ്ടല്ലോ, ആളെ പൊരിച്ചു അല്ലെങ്കിൽ ആളെ ശരിയാക്കി എന്ന രൂപത്തിൽ, ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ടോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് ഓക്കെ, എനിവേ ലെറ്റ്സ് conclude the session. Thank you. Thanks a lot. Have a good day.